മാസ്റ്റർ മൈൻഡിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കേവലം ഒരു ആയോധന കലാകാരനെക്കുറിച്ചോ ഒരു സിനിമാതാരത്തെക്കുറിച്ചോ മാത്രമല്ല. തന്റെ ജീവിതത്തിലൂടെയും തത്വങ്ങളിലൂടെയും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ച ഒരു വിപ്ലവകാരിയെക്കുറിച്ചാണ്, അതായത് ബ്രൂസ് ലീയെക്കുറിച്ച്. ബ്രൂസ് ലീ വെറുമൊരു ഐക്കണായിരുന്നില്ല, അദ്ദേഹം ഒരു പ്രതിഭാസമായിരുന്നു. ആയോധനകലയിലെ തത്വചിന്തകൻ, ദ ഫിലോസഫർ ഓഫ് മാർഷൽ ആർട്സ്. അദ്ദേഹത്തെ ലോകം കണ്ട ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് ജീത് കുനെ ഡോ JKD എന്ന ആയോധന കലാശൈലി. എന്നാൽ അതൊരു സാധാരണ ശൈലിയായിരുന്നില്ല. അതിനെ ഒരു ആയോധന തത്വശാസ്ത്രം എന്ന് വിളിക്കുന്നതാകും ശരി. ബ്രൂസ് ലീ പറഞ്ഞൊരു കാര്യമുണ്ട്: വെള്ളം പോലെയാകുക എന്റെ കൂട്ടുകാരാ, ബി ലൈക്ക് വാട്ടർ മൈ ഫ്രണ്ട്. ഇതൊരു വെറും വാക്കായിരുന്നില്ല. വെള്ളം ഒരു പാത്രത്തിലൊഴിച്ചാൽ അതിന്റെ രൂപം സ്വീകരിക്കുന്നതുപോലെ ഒരു ആയോധന കലാകാരൻ സ്ഥിരമായ നിയമങ്ങളിൽ തളച്ചിടപ്പെടാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും ഒഴുകാനും പഠിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തത്വം. പുതിയ ആശയങ്ങൾ സ്വീകരിക്കാനും പഴയതിനെ തള്ളിക്കളയാനുമുള്ള ഒരു തുറന്ന സമീപനമായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചത്. സിനിമയിലെ സ്വാധീനം, ദി ഇംപാക്ട് ഓൺ സിനിമ. ബ്രൂസ് ലീ സിനിമയെ എന്നേക്കുമായി മാറ്റിമറിച്ചു. അദ്ദേഹത്തിനു മുൻപ് ആയോധന കലകൾ സിനിമയിൽ അവതരിപ്പിച്ചത് മിക്കപ്പോഴും നാടകീയമായ രീതിയിലായിരുന്നു. എന്നാൽ അദ്ദേഹം സ്ക്രീനിൽ കൊണ്ടുവന്നത് വേഗതയുടെയും ശക്തിയുടെയും ഒരു പുതിയ തലമായിരുന്നു. ഫിസ്റ്റ് ഓഫ് ഫ്യൂറി, എൻ്റർ ദ ഡ്രാഗൺ, ദ വേ ഓഫ് ദ ഡ്രാഗൺ എന്നീ ചിത്രങ്ങളിലൂടെ അദ്ദേഹം ഹോളിവുഡിലേക്കും പടിഞ്ഞാറൻ ലോകത്തേക്കും ഏഷ്യൻ സംസ്കാരത്തെ ശക്തമായി അവതരിപ്പിച്ചു. ഇന്ന് ലോകമെമ്പാടുമുള്ള ആക്ഷൻ സിനിമകളിൽ നമ്മൾ കാണുന്ന സ്റ്റണ്ടുകളുടെയും സംഘട്ടനങ്ങളുടെയുമെല്ലാം അടിസ്ഥാനം ബ്രൂസ് ലീയുടെ സംഭാവനകളാണ്. നിങ്ങളെ കണ്ടെത്തുക, ഫൈൻഡ് യുവർ സെൽഫ്. ബ്രൂസ് ലീയുടെ ഏറ്റവും വലിയ പ്രചോദനം വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും സ്വയമായിരിക്കാനുള്ള ആഹ്വാനവുമായിരുന്നു. എല്ലാ സിദ്ധാന്തങ്ങളെയും തകർക്കുക, സ്വന്തം അനുഭവം കണ്ടെത്തുക എന്ന് അദ്ദേഹം യുവതലമുറയോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കിന്നും വഴികാട്ടിയാണ്. നമ്മുടെ കഴിവുകൾ പരിമിതപ്പെടുത്തുന്ന അനാവശ്യമായ ചിട്ടകളെ തകർക്കാൻ, നമ്മുടെ സ്വന്തം വഴി കണ്ടെത്താൻ, ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യാനും അതിജീവിക്കാനും. ഉപസംഹാരം, കൺക്ലൂഷൻ. പ്രിയ സുഹൃത്തുക്കളെ, ബ്രൂസ് ലീ ഒരു അത്ഭുതമായിരുന്നു. വെറും 32 വയസ്സ് മാത്രം ജീവിച്ചിരുന്ന ആ ഇതിഹാസം തന്റെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടും തത്വചിന്താപരമായ കാഴ്ചപ്പാടുകൾ കൊണ്ടും ഒരു മനുഷ്യായുസ്സിന് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് നമുക്ക് കാണിച്ചു തന്നു. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വെള്ളം പോലെ വഴക്കമുള്ളവരാകാനും സത്യസന്ധമായി നമ്മളായിരിക്കാനും ഓരോ നിമിഷവും പൂർണ്ണമായി ജീവിക്കാനും പ്രതിജ്ഞയെടുക്കും. കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.